ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് കുളം. പക്ഷേ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്, കണ്ടോ ഗൈസ്. ഇതാണ് നെടുമങ്ങാട് പഴവടി ഗണപതി ക്ഷേത്രത്തിലെ കുളം എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ വന്ന സമയം ഉച്ചയ്ക്കായതുകൊണ്ട് ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ബ്യൂട്ടി, പച്ച പച്ച കിടക്കണം. ഈവനിങ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിന്ന് സെറ്റപ്പായിട്ട് നമുക്ക് വൈബ് ചെയ്യാം. ഇവിടെ നീന്തലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേടാ? എന്റെ പിറയിലൊരുത്തുണ്ട്, പക്ഷെ അവന് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ പേടി, അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അപ്പോൾ എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് കുളം. പക്ഷെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്, കണ്ടോ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഗേറ്റിന്റെ ഇവിടെ. ഇനിയിപ്പോൾ ഈവനിങ് വന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ കയറാനും പറ്റുള്ളൂ. ഞാൻ ഇവിടെ ഇന്റർനെറ്റ് കഫേ വരെ വന്നതാണ്. ഇനിയിപ്പം വീട്ടിൽ പോകണം. ഒരു ഫോട്ടോ സ്റ്റാറ്റ് ഒരു ലോഡ് സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാൻ വേണ്ടി ഗായ്സ്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബറും അവൻ ക്യാമറ വരണില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവന് ക്യാമറ വരണമെന്ന് ഒരു ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ എന്തായാലും അവനെ കാണിക്കാതിരിക്കാൻ മോശമാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ത് പറഞ്ഞാലും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പോളിസി. ഓക്കെ, അപ്പോൾ ഞാൻ അവനെ കാണിച്ചു തരാം. പേര് പറയണോ? ഇവന് യൂട്യൂബറാണ്. ഡിസ്കവറി, ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. അതിനിടയ്ക്ക് ആ സബ്സ്ക്രൈബ് എല്ലാം പറഞ്ഞു. നിങ്ങളിപ്പോൾ കുറച്ച് ബീറോൾ കണ്ടില്ലേ? ആ ഒരു ബീറോൾ എന്ന് പറഞ്ഞാൽ അരമണിക്കൂറാണ് നമ്മളിവിടെ വന്നിട്ട് അരമണിക്കൂർ സ്പെൻഡ് ചെയ്തു. ഫസ്റ്റ് നമുക്ക് സിബിയിലെ എക്സ്പീരിയൻസ് വയ്ക്കാം. എങ്ങനെയുണ്ടോ പ്ലേസ്? എങ്ങനെയുണ്ട്? നല്ല സെറ്റ് അല്ലേ? ഞാൻ മാസം ഒരിക്കലും ഇവിടെ വരും. നല്ല പ്ലേസ് ആണ്, വേറെ വൈബാണ്. നമുക്ക് ഇവിടെ രാവിലെയൊക്കെ ഒരു 5 മണി ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നൈസ് വൈബാണ്. നമ്മുടെ മൈൻഡ് തന്നെ മാറും. ഈ കുളം ഉണ്ടല്ലോ, കുളമുണ്ട്. പക്ഷേ അത് ഇപ്പം അമ്പലം വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോഴേ തുറക്കത്തുള്ളൂ. കുളം എന്ന് പറയാൻ സെറ്റാണ്. അതിന്റെ ഫ്രണ്ടിൽ ഞാൻ 1-2 തവണ വന്ന് ഇരുന്നിട്ടുള്ളൂ. പക്ഷേ അവിടെ ഒരു തണുത്തൊരു കാറ്റും പിന്നെ കുറെ മീനുകളുണ്ട്, വലിയ വലിയ മീനുകളുണ്ട്. അപ്പോൾ ആ മീനുകളൊക്കെ പോകണം നമ്മൾ നോക്കിയിരിക്കാം. പിന്നെ നീന്തൽ പഠിക്കാൻ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് ഗൈസ്. ഇവിടെ ഗേറ്റ് തുറന്ന് കിടക്കുന്നുണ്ട്, പക്ഷേ നമ്മളിവിടെ ആളില്ലാതെ കയറുന്നത് ശരിയല്ല. അതുകൊണ്ട് പോവാല്ലേടാ നമുക്ക് ഗൈസ്. അപ്പോൾ ഇനി ഒരു പ്രത്യേക ഒരു പണി എനിക്കുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വലിയൊരു പണിയാണ്. കണ്ടില്ലേ, എൻ്റെ മുടി എനിക്ക് വെട്ടണം, മുടി വളർന്ന് കിടക്കണം, ഒന്ന് ലെവലാക്കണം. മൊത്തത്തിൽ വെട്ടി കുറച്ചാലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കട എവിടെയെന്ന് പറഞ്ഞാൽ അഹബ. ഇവിടുന്ന് കുറച്ച് നല്ല ഫ്രണ്ടിലോട്ട് നടന്നു പോകണ്ട്. എന്നാൽ നടന്ന് വന്ന വഴിക്ക് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നെടുമങ്ങാട് വന്നിട്ട് ഇപ്പോഴും ഫുഡും കഴിച്ചില്ല. അയ്യോ, വിശക്കുകയും ചെയ്യണം. ആ വെയിൽ കഴിഞ്ഞ് ഇതിനകത്തോട്ട് കയറി എന്തൊരാശ്വാസം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ മുടി വെട്ടാൻ വന്ന കട. കടയില്ല ഗായ്സ്. അപ്പോൾ ഞാനും അവനും കൂടെ ആണെങ്കിൽ നടന്ന് ബസ് സ്റ്റാൻഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് അടിച്ച് ചേർന്ന് വെയിൽ. രാവിലത്തെ 1 ലിറ്റർ വെള്ളത്തിന്റെ ചൂടൊക്കെ തീർന്നു വയറും വെച്ചേക്കണം. KSRTC ബസ്സൊക്കെ പോകണുണ്ട് ഗായ്സ്. ഈ നൈസ് വൈബാണ് കേട്ടോ. പബ്ലിക്കിൽ ഇങ്ങനെ വ്ളോഗ് ചെയ്ത് നടക്കാനേ ഗായ്സ്. ഞാൻ മുമ്പ് ഇതേപോലെ പബ്ലിക് വ്ളോഗ് ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കണം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കണം. പക്ഷെ ഇപ്പോഴും എനിക്ക് ആ ഒരു പ്രശ്നമില്ല. എന്തോ അങ്ങ് കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങ് ചെയ്ത് പോകും. ഡെയിലി നമ്മൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കും തോന്നുന്നു. മുമ്പൊക്കെയാണ് ഈ ഭയങ്കര നെർവസ്നെസ്സും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇപ്പം ആക്ച്വലി ആ ഒരു പ്രശ്നം ഇല്ല ഗായ്സ്. അപ്പോൾ നമ്മൾ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറം പോകണം. അവിടുന്ന് ബസ് കയറി നേരെ വന്ന് സ്റ്റോപ്പ് ഇറങ്ങി. പിന്നെ അവിടുന്ന് പിന്നെ 1 കിലോമീറ്റർ നടന്ന് നേരെ എത്തിയപ്പോൾ അയ്യോ ക്ഷീണിച്ചു. വേറെ ഒന്നുമില്ല, വെയിലായതുകൊണ്ട് നടന്ന് മൂപ്പാടെ. ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കഴിയും, അല്ല വേറെ രക്ഷയില്ല. എനർജി എല്ലാം തീർന്ന് ആകുമ്പോൾ ഞാനപ്പോൾ കഴിച്ചിട്ട് വരാമേ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ എന്നെ തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാം. ഐ ആം പ്യൂവിക്സ്. നിലവിൽ ഇപ്പോൾ ഒരു പാവം ഡെയിലി വ്ളോഗറാണ്. ഒരു 300 വ്ളോഗിന്റെ ചലഞ്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എത്രാമത്തെ വ്ളോഗാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? എക്സാക്ട് നമ്പർ ഞാൻ ഇപ്പോൾ കാണിക്കാം. ഇപ്പോൾ ടൈം 10:58 ഗൈസ്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ വളർന്ന് സെറ്റായി കിടക്കണ. ഞാൻ വിചാരിച്ച് പോയി മുടി വെട്ടാന്ന്. അതിന് ഇപ്പോൾ നെടുമങ്ങാട് വരെ പോകണം. ഇവിടെ നേരെ ബസ് പിടിക്കുക, നെടുമങ്ങാട് പോകാം. പിന്നെ എന്റെ കൂടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് ഗൈസ്. അവ ഇപ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്ന പ്ലേസ് വെച്ച് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഫൈനലി നമ്മൾ മുടി വെട്ടുന്ന കടയിലോട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ആക്ച്വലി ഇവ എൻ്റെ നാട്ടുകാരനാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോ തന്നെ ഞാൻ അവനെ പരിചയപ്പെടുത്തും. Hold my beer for a minute. I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't. Guys, so മുടിയൊക്കെ വെട്ടി സെറ്റ് ആയി നിൽക്കണം. നമുക്ക് മുടി വെട്ടി റെഡിയാക്കി തന്നതാ കുക്കു ചേട്ടനാണ്. ചേട്ടാ നിങ്ങളുടെ ഇൻസ്റ്റ ഐഡി കൂടെ പറ. കട എവിടെയാണ് വരുന്നത്? കട നെടുമങ്ങാട്. കറക്റ്റ് സ്ഥലം പറയും. അഹബ ബ്യൂട്ടി പാർലർ. ഓക്കെ ചേട്ടാ, സൂപ്പർ ആയിട്ട് വെട്ടി. വീണ്ടും വരാം. ഓക്കെ, കാണാവോ? ഇറങ്ങാടാ. നിന്റെ ലാപ്പും ബാഗും ഒന്നും വേണ്ട, എടുത്തോണ്ടോ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഫുള്ളി കിടിലായിട്ട് വെട്ടി. അടിപൊളി ഷോപ്പാണ്. എന്നെ കൊണ്ടുവന്നതാ യവനാണ്. ഇതുവരെ എന്റെ ലൈഫിൽ വെട്ടിയാൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നി. നല്ല കിടിലായിട്ട് വെട്ടി. നിങ്ങൾ ബീറോൾ ഉണ്ടെങ്കിൽ എനിക്ക് വലിയ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. അടിപൊളിയായിട്ട് വെട്ടിയിട്ടുണ്ട്. ഭയങ്കര വെയിൽ കേട്ടോ. അവിടെ നിന്ന് അകത്ത് ഗ്യാസിൽ ഇരിക്കുകയായിരുന്നു. ഗ്യാസിൽ നിന്ന് നേരെ താഴെ ഇറങ്ങി, താഴെ നിന്ന് പുറത്തിറങ്ങിയത് ഒടുക്കത്തെ ചൂട്. ദൈവമേ. മിസ്സിസ് ഭാർഗവി എന്തിനാണ് വിളിക്കുന്നത്? അയ്യോ,
വിശപ്പടിച്ചോ? ഒന്നും കിട്ടിയില്ല ഇന്ന്. ഓ ഫൈനലി വീടെത്തിയിരിക്കാണ് ഗൈസ്. അയ്യോ എനർജി ഒന്നുമില്ല. 3:30 മണിയായി, ഒരു സംഭവം കഴിച്ചില്ല ഇതുവരെ. ഈ വെയിലൂടെ അടിച്ചപ്പോ കടുത്ത് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത വിശപ്പ്. ഇനി ഫുഡ് അടിക്കാൻ പോവാൻ ഗൈസ്, നിൽക്കാനുള്ള എനർജി പോലും ഇല്ല. ഒരു ലോഡ് വെള്ളവും കുടിക്കണം, കുറച്ച് ഫുഡും കഴിക്കണം. ഫുഡ് കഴിക്കാൻ പോകും. കറി വെച്ച മീൻ, പയറ് തോരൻ, പൊരിച്ച മീൻ, മാമ്പഴ പുളിശ്ശേരി, അത് തക്കാളിക്ക് ഇടും. എന്റെ മോനെ മാങ്ങ, ഓ പെരട്ടി വെച്ചത് തെറ്റി. ഫസ്റ്റിലെ കുറച്ച് തോര എടുത്തിട്ട് തക്കാളിയിലിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് പൊരിച്ച മീൻ കൊടുക്കാം. ഇനി ഭംഗിക്ക് ഒരു മാങ്ങ ജസ്റ്റ് മിക്സ് ചെയ്യാം. മാങ്ങ സെറ്റ്, അടിപൊളി. വാ, മാങ്ങയിലെ അരപ്പ് നല്ല സെറ്റ് ആയിട്ട് പിടിച്ചു. ഉലുവ കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഉലുവയുടെ ടേസ്റ്റ് മാങ്ങയും കൂടെ വന്നപ്പോ വേറെ ലെവല്. ഞാൻ കഴിച്ചില്ല. അയ്യോ, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി ഗൈസ്. ഇന്നലത്തെ ഡേയിൽ ഞാൻ ഒരു ഫോട്ടോ കോപ്പി കുറിച്ച് മെൻഷൻ ചെയ്യായിരുന്നു. അതിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ലായിരുന്നു. അതെന്താണ് സംഭവം ഞാൻ ഇപ്പോൾ പറയാം. ഞാൻ ഒരു ഇൻസ്റ്റാ റീല് നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ ഒരു സംഭവം എന്റെ കൺമുന്നിൽ പെടുന്നത്. ഏകദേശം ഒരു 6 പോയിന്റ് ഉണ്ട് ഗൈസ്. അത് നമ്മുടെ ലൈഫിൽ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ വരുന്ന മിസ്റ്റേക്കുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാനായിട്ടുണ്ടാവാം. മൊത്തത്തിൽ നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ് വരുത്തുക എന്നതായിരുന്നു ആ ഒരു റീലിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. അതിലൊരു 6 പോയിന്റ് ഉണ്ടായിരുന്നു ഗൈസ്. അത് ഞാൻ എന്താണെന്ന് വായിക്കാം. അതിൽ നമ്പർ 1, ഫിക്സ് യുവർ ഫിസിക്കൽ ഹെൽത്ത്. അപ്പോൾ ഫസ്റ്റ് അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡിക്കാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് അവർ കൊടുത്തത്. അതിൽ എന്തൊക്കെയുണ്ട്? അതിൽ 2 പോയിന്റ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് വറിയാവണ്ട. എന്നാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള എക്സർസൈസ് അതിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അതിന് ഒരുപാട് എക്സർസൈസ് അവർ പറയുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ വായിക്കാം. മൗണ്ടൈൻ ക്ലൈംബിങ്, പുഷപ്പ്, പുള്ളപ്പ്, സിറ്റപ്പ്, സ്ക്വാട്സ്, സൈക്കിൾ റൈഡ്, വാക്കിംഗ് 7000 സ്റ്റെപ്സ്, അങ്ങനെ ഓരോരോ ചലഞ്ചുകൾ പറയുന്നു. ഇപ്പോഴും ബോഡി വെയിറ്റ് കുറവുള്ളവരാണെങ്കിൽ ബോഡി വെയിറ്റ് കറക്റ്റ് ആക്കാനും, ബോഡി വെയിറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ ബോഡി വെയിറ്റ് കൂട്ടാനായിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യണം. സോ ഇത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് സിറ്റുവേഷനിലുള്ള ഹെൽത്ത് ആയാലും നമുക്ക് അതിനെ കുറച്ചുകൂടി ഡെയിലി ബേസിസിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെ മാറ്റം വരുന്നെങ്കിൽ അത് നല്ലൊരു ഐഡിയയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ് യുവർ മെറ്റാബോളിക് ഹെൽത്ത്. അത് നമ്മുടെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നമ്മുടെ ന്യൂട്രീഷ്യൻസ്, എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്രീഷ്യൻസ് ഇൻടേക്ക് ചെയ്യണമല്ലോ. അതിൽ ഉൾപ്പെടേണ്ട 4 ഫാക്ടറുകളുണ്ട്. നമ്പർ 1 പ്രോട്ടീൻ, രണ്ടാമത് ഹെൽത്തി ഫാറ്റ്സ്, 3 ഇലക്ട്രോലൈറ്റ്സ്, 4 വാട്ടർ. എല്ലാത്തിലും വെള്ളമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം. ഇനി നമ്മൾ കഴിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മീറ്റ്, എഗ്സ്, ഫ്രൂട്ട്, വെജിറ്റബിൾസ്, ഫെർമെന്റഡ് ഡയറി, അതായത് നമ്മുടെ പാല്, അങ്ങനെയൊക്കെ ഉള്ള പാലുൽപ്പന്നങ്ങളാവാം. ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യത്തെ 2 പോയിന്റ് എന്ന് പറഞ്ഞത്. നമ്മൾ എക്സസൈസ് ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ഫുഡുമാണ് ഈ 2 പോയിന്റ് പറഞ്ഞത്. എന്നാൽ മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ മൈൻഡ് ആണ് ഗൈസ്. ഫിക്സ് യുവർ മൈൻഡ് എന്നാണ് മൂന്നാമത്തെ പോയിന്റ്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം? റീഡ് ബുക്സ്, റൈറ്റിംഗ്, ജേണല്. ഓക്കെ, ജേണലും റൈറ്റിംഗ് നമുക്ക് ഒന്നിൽ ഉൾപ്പെടുത്താൻ പറ്റും. നമുക്ക് റൈറ്റിംഗ് ഇപ്പൊ ഡയറി എഴുതാം, അല്ലെങ്കിൽ ജേണൽ എഴുതാം. ജേണലിംഗിന്റെ കേസ് ഞാൻ മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എക്സാക്ട്ലി ആ പോയിന്റ് അവർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 3 സാധനം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട് വന്നാൽ, എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം വേണമെങ്കിൽ ഒരു ബുക്ക് എടുത്ത് വെച്ച് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതി പ്രശ്നം സോൾവ് ആയി എന്നാണ് പറയുന്നത്. പിന്നെ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം പ്രസന്റ് ടെൻസിൽ നടന്നായിട്ട് ഡെയിലി എഴുതാമെങ്കിൽ ആ ഒരു കാര്യം നമ്മുടെ ലൈഫിലോട്ട് കടന്നു വരും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷൻ അത്രയും ക്ലിയർ ആയിട്ട് സെറ്റ് ആവും. സോ അടിപൊളിയാണ് ഗൈസ്. 4ാമത്തെ പോയിന്റ് ഡെവലപ്പ് എ സ്കിൽ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എഡ്യൂക്കേഷനെ കാട്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ അത് സ്കില്ലാണ്. നമ്മുടെ കയ്യിൽ എന്ത് സ്കില്ലുണ്ട് ആ ഒരു സ്കില്ല് വെച്ച് നമുക്ക് ഏത് അറ്റം വരെയും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. സോ അതിന് എക്സാമ്പിൾ ആയിട്ട് അവർ ഒരു 4 സ്കില്ല് പറഞ്ഞിട്ടുണ്ട്. കോപ്പി റൈറ്റിംഗ്, ഹൗ ടു ഇൻവെസ്റ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ സർവൈവിംഗ് സ്കില്ലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ലോകത്ത് നമ്മൾ സ്കില്ല് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അനേകായിരം കോടിക്കണക്കിന് സ്കില്ലുകളുണ്ട്. അതിൽ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയതും നമുക്ക് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള കാര്യം, അങ്ങനെയുള്ള ഒരു സ്കില്ല് കണ്ടെത്തി പഠിച്ച് അതിൽ നമ്മൾ ഒരു പ്രൊഫഷണൽ ആവാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് ഈ പോയിന്റിൽ അവർ പറയുന്നത്. ഇത് ഹൈലി റിലേറ്റഡ് ആണ് ഗൈസ്. കാരണം എന്ന് പറയുന്നത് അതായത് ഇന്നത്തെ കാലഘട്ടവുമായി നമ്മൾ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പം വായിച്ച 4 കാര്യങ്ങളും നമ്മുടെ ഹെൽത്തും മൈൻഡും ബോഡിയും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഒരു കാര്യമുണ്ട്, ഇത് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇമോഷൻസ്. നമ്മളെല്ലാവരും ഇമോഷൻ നിറഞ്ഞ വ്യക്തികളാണ്. മനുഷ്യരെ ഇമോഷൻ ഉള്ള ആളുകളാണ്. അതിനാണല്ലോ ഒരു വേർഡ് തന്നെ യൂസ് ചെയ്യുന്നത്, മനുഷ്യത്വം. എന്നാൽ നമ്മുടെ ഇമോഷനും പ്രാധാന്യമുണ്ട്, വളരെയധികം പ്രാധാന്യമുണ്ട്. എന്നാൽ നമ്മുടെ ഇമോഷനെ ഏത് രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യണം എന്നാണ് ഇവർ ഇവിടെ പറയുന്നത്. അതിന് 2 കാര്യം പറയുന്നുണ്ട്. ഒന്ന് മെഡിറ്റേഷനും ഒന്ന് ഫോർഗീവ് പീപ്പിളും. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ മൈൻഡിന് പ്യൂരിഫിക്കേഷൻ സംഭവിക്കുകയാണ്. മൈൻഡിൽ നല്ല നല്ല തോട്ട്സ് ഡെവലപ്പ് ആവുകയാണ്. സോ മെഡിറ്റേഷൻ വളരെ ബെനിഫിറ്റ് ആണ്. അടുത്ത് ഫോർഗീവ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളുടെ റിവെഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അയാളുടെ വിദ്വേഷം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇമോഷൻ ഉണ്ടെങ്കിൽ അതിന് മാപ്പ് കൊടുക്കുക. മാപ്പ് കൊടുത്തിട്ട് നമ്മുടെ മൈൻഡ് സെറ്റിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, ഫോർഗീവ് ചെയ്യുക. അല്ലെ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട, മറന്നേക്ക് എന്നാണ് പറയുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യം എന്താണ് വേണ്ട
അതാണ് ഇവിടെ എടുക്കാൻ പറയുന്നത്. എങ്കിൽ മാത്രമേ നമ്മുടെ ഇമോഷനെ ആ ഒരു കൺട്രോളിങ് നമുക്ക് കൊണ്ടുവരാനും പറ്റുള്ളൂ. ഏത് കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള മൈൻഡ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ അത് പോസിബിൾ ആക്കി എടുക്കാനും പറ്റുള്ളൂ. സോ അവിടെ ഇമോഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ഏത് ഇമോഷനിൽ ഇരുന്നാണ് ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട നെക്സ്റ്റ് സിറ്റുവേഷൻസ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്നത്. അടിപൊളി പോയിന്റ്സ് ആണ്. ഇപ്പൊ ഞാൻ പറയുന്ന 4 പോയിന്റ്സിൽ എനിക്ക് റോങ് ആയിട്ട് ഒന്നും തോന്നിയില്ല. ഈ ഒരു കാലഘട്ടവുമായിട്ട് നമുക്ക് ഹൈലി റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള 4 പോയിന്റ്സ് ആണ്. പിന്നെ എക്സ്ട്രാ അവർ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിനെ ലീവ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞു പോയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ബക്കറ്റിലെ ചാരം പോലെയാണ്. അതിനെ നമുക്ക് ഏതെങ്കിലും തെങ്ങിന്റെ മുട്ടിലോ മരത്തിന് മുകളിലോ കൊണ്ടൊന്ന് വളമാക്കിയിടാം. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചത് കൊണ്ടോ അതിനെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിച്ചത് കൊണ്ടോ എന്ന് യാതൊരു ബെനിഫിറ്റും ഇല്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം കിട്ടും പാസ്റ്റിൽ നിന്ന് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ച് ലേണിംഗ് ലെസൺസ് കിട്ടും. അത് ഉൾക്കൊണ്ട് ഫ്യൂച്ചറിൽ നമ്മൾ പ്രതീക്ഷ വെച്ച് ഇന്നൊന്നുള്ള ഈ ദിസ് നൗ എന്നുള്ള ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള സംഭവം. ഇത്രയും നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ പ്രകടമായിട്ടുള്ള മാറ്റം വരും. ഇനി 6ാമത്തെ അവസാനത്തെ പോയിന്റ് ആണ് ഗൈസ്, ഫിക്സ് യുവർ ഇന്നർ സർക്കിൾ. ഇവർ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഞാൻ വായിക്കാം. 90% ഓഫ് യുവർ ഡിസിഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എൻവയോൺമെന്റ്. അതായത് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള സ്വഭാവമായിരിക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇന്നർ സർക്കിൾ നമ്മൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കണം. അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ 3 കാര്യങ്ങൾ നോക്കണം: ഗോസിപ്പ്, കംപ്ലൈന്റ്, ബ്ലെയിം. നമ്മൾ മറ്റൊരാളെ കുറിച്ച് ഗോസിപ്പ് പറഞ്ഞ് നടക്കുന്ന ഒരു സർക്കിളിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് മാത്രമേ നമുക്ക് കിട്ടൂ. ഏത് കാര്യത്തിനെ കുറിച്ച് നമ്മൾ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പോസിറ്റീവ് ഇമ്പാക്ട് നമുക്ക് ഒരിക്കലും കിട്ടൂല. ഒരു കാര്യത്തിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെക്കാനും പറ്റൂല. 2 നെഗറ്റീവ് ഇമ്പാക്ട് ആണ് വരുന്നത്. 3ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബ്ലെയിം അതേഴ്സ്. മറ്റൊരു വ്യക്തിയെ കുറിച്ച് നമ്മൾ കുറ്റം പറയുന്നത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഓരോ വ്യക്തികളും ഇൻഡിവിജ്വൽ ആണ്. അവരവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ക്വാളിറ്റിയും കാണും, എല്ലാം കാണും. അങ്ങനെ കുറ്റം കണ്ടിട്ട് യാതൊരു കാര്യവും നമുക്ക് നേടാനില്ല. ഉള്ളതിൽ നമുക്ക് നന്ദി പറയുമ്പോൾ നമുക്കൊരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഫീലിംഗ് ആണ് കിട്ടുന്നത്. എന്നാൽ കുറ്റം പറയുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്. 3 നെഗറ്റീവ് ഇമ്പാക്ട് ആണ്. ഇത് 3 നമ്മുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യണം. എപ്പോഴും നിങ്ങളായിട്ട് നിൽക്കുക. അതായത് ഞാൻ എന്നുള്ള വ്യക്തി ഞാനായിട്ട് നിൽക്കുക. അത് ഒറ്റയ്ക്ക് നിന്നാൽ പോലും നമ്മളായിട്ട് നിൽക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും അയാളുടെ ബെസ്റ്റ് വേർഷനെ എടുത്ത് പുറത്തിടാൻ പറ്റും. സോ ഈ 6 പോയിന്റ് അതാണ് ഞാൻ ഫോട്ടോ കോപ്പി എടുത്ത ഗൈസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ 6 പോയിന്റിൽ എല്ലാം ഞാൻ ഫോളോ ചെയ്യുന്നില്ല. എനിക്ക് ഇംപെർഫെക്ഷൻസ് ഉണ്ട്. എന്നാൽ ഇനി വരുന്ന ഡേയ്സിൽ ഞാൻ ഇതിൽ നിന്ന് പലതും ഈ 6 കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോട്ടോ കോപ്പി ഞാൻ എടുത്തു വെച്ച. എക്സസൈസ്, മെഡിറ്റേഷൻ, ഉള്ളതിൽ താങ്ക്സ് പറയുക. ഇത് 3 ഞാൻ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യം, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടെ ബെസ്റ്റ് വേർഷനെ പുറത്തെത്തിക്കാൻ കഴിയും. എന്തായാലും ഞാൻ ഡിസൈഡ് ചെയ്ത് ഈ ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ലൈഫിൽ എവിടെയെങ്കിലും ഈ ഒരു കാര്യം യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. അയ്യോ ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരു ആശ്വാസമായി. നിങ്ങൾ ഞാൻ ഇന്നലെ ഷെയർ ചെയ്യണമെന്ന് വെച്ചാണ്, പക്ഷെ ഇന്നലെ അത് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല. ഐ ഫീൽ ഗ്രേറ്റ്ഫുൾ. ഇന്നത്തെ വ്ളോഗ് അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഗൈസ്. പിന്നെ ഞാൻ ഇന്ന് പോയി മുടിയൊക്കെ വെട്ടി സെറ്റായിരുന്നു. പിന്നെ ഇന്നലത്തെ ഡേയുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ച് ഇന്നത്തെ ടോട്ടലായിട്ടുള്ള ഒരു വ്ളോഗ് 10 മിനിറ്റ് കൂടുതൽ ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ. ഒരു 10-15 മിനിറ്റിനകത്തുള്ള വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വ്ളോഗ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. സംഭവിച്ച് കഴിഞ്ഞാൽ നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നല്ലതിന്, ഇനി സംഭവിക്കുന്ന നല്ലതിന്. വൺ ഐഡിയ ലൈഫ്. ബൈ. Now it's finally time to see how this rivalry becomes a dynasty.